വലിയ പാത്രത്തിനകത്ത് നിറഞ്ഞിരിക്കുന്നത് ചെറിയ പാത്രത്തിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇവിടെ സംഭവിച്ചത് നിങ്ങൾ കണ്ടോ? ആ പ്രവാചക ശിഷ്യന്റെ ഭാര്യയോട് പറയുന്നത് എന്താ? നീ അടുത്തുള്ള ഭവനങ്ങളിലേക്കൊക്കെ പോയി അവിടെയുള്ള ചെറിയ പാത്രങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരിക. അങ്ങനെ ചെറിയ പാത്രങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്നു. അതിനകത്ത് ദൈവം അത്ഭുതം ചെയ്തു. അത് വലിയ പാത്രങ്ങളിൽ നിറയ്ക്കുന്നത് കാണുവാൻ കഴിയുന്നു. ദൈവത്തിന്റെ പൈതലേ, ചെറിയതിൽ നിന്ന് വലിയതുണ്ടാക്കുവാൻ ദൈവത്തിന് കഴിയും. വലിയതിൽ നിന്ന് താഴോട്ടല്ല, ചെറിയതിൽ നിന്ന് വലിയത്. സമ്പ്രദായങ്ങളെ മാറ്റിമറിക്കുന്ന ഒരു ദൈവത്തെ ഇന്ന് രാത്രി പരിചയപ്പെടുത്തുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ പൈതലേ, അവൻ ശക്തിയുള്ളവനാ. ഏത് മണ്ഡലങ്ങളിലും പ്രവർത്തിപ്പാൻ അവൻ കഴിവുള്ളവനാ. ഇന്ന് രാത്രി നീ അവന്റെ പാദപീഠത്തിലേക്കാണ് വരുന്നത്. അവന്റെ ശക്തിയാണ് ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിനെ ദൂത് പറയുവാൻ, ഇന്ന് രാത്രി ദൈവാത്മാവ് വിളിച്ചു പറയുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നു. ഞാൻ ആശ്രയിക്കുവാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, ഒരു മറുപടിയും ഇതുവരെ കണ്ടില്ല. നിങ്ങളെപ്പോലുള്ളവരെല്ലാം പറയുന്നു വിടുതലാണെന്ന്. എന്നാൽ ഇതുവരെയും അതിനൊരു ലക്ഷണം പോലും ഞാൻ കാണുന്നില്ല എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ചില ജീവിതങ്ങളെ നോക്കിക്കൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൂത് വിളിച്ചു പറയുന്നു. ദൈവമേ, നീ പറഞ്ഞത് ശരിയാ. നാളുകളായി പ്രാർത്ഥിച്ചിട്ടും വിടുതലിന്റെ ഒരു ലക്ഷണവും നീ കണ്ടില്ല. കാരണം നമുക്കറിയാം, ലക്ഷണം കണ്ട ഒരു അത്ഭുതം നമുക്കറിയാം. കർമ്മേലിന്റെ കൊടുമുടിയിൽ യാഗത്തിന് മേൽ തീ ഇറക്കിയ ശേഷം തലകുനിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഏലിയാവ് തന്റെ ശിഷ്യനോട് പറയുന്നു, നീ കടലിന്മേൽ പോയി നോക്ക്. അങ്ങനെ പോയി നോക്കി അവസാനം കൈപ്പത്തി പോലുള്ള മേഘം കണ്ടു, വിടുതലിന്റെ ലക്ഷണം കണ്ടു. പിന്നീട് നമ്മൾ കാണുന്നത് മേഘം കറുക്കുന്നത് കണ്ടു. ഏലിയാവിന് മനസ്സിലായി, ഇതാ വൻമഴ ചൊരിയാൻ പോകുന്നു. ശരിയാണ്, അതിന്റെ ചില അവസരങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ചില ലക്ഷണങ്ങൾ, മറുപടിയുള്ള ലക്ഷണങ്ങൾ പെട്ടെന്ന് വെളിപ്പെടും. നമുക്ക് തിരിച്ചറിയത്തക്കവണ്ണമുള്ള വിടുതലുകൾ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. എന്നാൽ സഹോദരിയെ, മറുപടി താമസിക്കുന്നു, ഒരു ലക്ഷണവും കാണുന്നില്ല. നീ ഭാരപ്പെടരുത്. രാത്രി ദൈവത്തിന്റെ ആത്മാവ് ചില ജീവിതങ്ങളെ നോക്കിക്കൊണ്ട് ദൂത് വിളിച്ചു പറയുന്നു, ഭാരപ്പെടരുത്. പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും ആരാധിച്ചിട്ടും അനേക വാഗ്ദത്തങ്ങൾ അനേക നബിദാസന്മാരുടെ ലഭ്യമായിട്ടും ഇതുവരെയും മറുപടിയുടെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല, വിടുതലിന്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല എന്ന് വിചാരിച്ച് നീ ഭാരപ്പെടരുത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിന് ദൂത് പറയുന്നു. ഇസ്രായേൽ രാജാവും യഹൂദ്യ രാജാവും ഒക്കെ അവരൊരു യുദ്ധത്തിന് പുറപ്പെട്ടു. വഴിതെറ്റി കാട്ടിലകപ്പെട്ടു. കുടിക്കാൻ വെള്ളമില്ലാതെ ഉഴന്നു നടക്കുന്നു. മൃഗങ്ങൾ വല്ലാത്ത പരുവത്തിലായി. അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ പ്രവാചകനെ വിളിപ്പിക്കുന്നു. ആ പ്രവാചകനോട് ആലോചന പറയുന്നു. ആ പ്രവാചകൻ പറഞ്ഞ ആലോചന എന്താ? ശ്രദ്ധിച്ചു കേൾക്ക്. അത് നിന്നോടുള്ള ആലോചനയാ. കാറ്റ് കാണത്തില്ല, മഴ കാണത്തില്ല. ശ്രദ്ധിക്കണമേ, കാറ്റ് കാണത്തില്ല, മഴ കാണത്തില്ല. എന്നാൽ നീ വിശ്വസിച്ചു കുഴിക്കുന്ന കുഴികളിലെല്ലാം വെള്ളം നിറയും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, പ്രകടമായ ലക്ഷണങ്ങൾ കണ്ടിട്ടില്ല എന്ന് വിചാരിച്ചു നീ ഭാരപ്പെടരുത്. ദൈവത്തെ അവിശ്വസിക്കരുത്. ഇന്ന് രാത്രി ആ ദൈവത്തിന് കാറ്റുമില്ലാതെ മഴയുമില്ലാതെ നിന്റെ ജീവിതത്തിൽ വിശ്വസിച്ചിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്ത് നിന്നെ മാനിക്കുവാൻ ദൈവത്തിന് കഴിയും. ദൈവാത്മാവ് ശക്തമായി എന്നോട് പറഞ്ഞതുകൊണ്ട് ആ ദൂത് ഞാൻ വിളിച്ചു ആവർത്തിച്ചു പറയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവദാസന്മാരെ, നാളുകളായി പ്രാർത്ഥിച്ചിട്ടും പക്ഷേ അതിന്റെ ഒരു ലക്ഷണം, മറുപടിയുടെ ലക്ഷണം, വിടുതലിന്റെ ഒരു ലക്ഷണം പോലും ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നില്ല. അത് മാത്രമല്ല, ഇപ്പോൾ ഞങ്ങൾ വല്ലാത്ത അവസ്ഥയിലായിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു, നീ വിശ്വസിക്ക്, വിശ്വസിച്ച് പ്രവർത്തിക്ക്, വിശ്വസിച്ച് പ്രാർത്ഥിക്ക്, വിശ്വസിച്ച് ആരാധിക്ക്. കാറ്റില്ലെങ്കിലും മഴയില്ലെങ്കിലും നീ കുഴിച്ച കുഴികളിൽ നീ ഉണർന്നെഴുന്നേൽക്കുന്നതിന് മുൻപ് അത്ഭുതം ചെയ്ത് നിന്നെ മാനിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. എത്ര പേര് വിശ്വസിക്കും ഈ ദൂത്? ഇത് രാത്രി ദൈവാത്മാവാണ്, എഴുതി വെച്ച പ്രസംഗമല്ല എന്റെ പ്രസംഗം. ഇന്ന് രാത്രി ആത്മാവിനെ പ്രേരിപ്പിക്കുന്ന വാക്കുകൾ ഞാൻ ആവർത്തിച്ച് വെളിപ്പെടുത്തുകയാ. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, നീ ഭാരപ്പെടല്ലേ. നിന്റെ ബലഹീനതകളുമായി നീ ശത്രുവിന്റെ പദ്ധതിയിൽ കെണിയിൽ അകപ്പെട്ട് നീ മാറിയിരിക്കല്ലേ. ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ആ വിഷയത്തിനകത്തൊരു വിടുതൽ ഉണ്ടായിട്ടില്ല, ഇനി ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് ശത്രുവിന്റെ കെണിയിൽ നീ മാറിയിരിക്കല്ലേ. ഹന്നയെ പോലെ നിന്റെ ബലഹീനതകളുമായി ദൈവസന്നിധിയിൽ വാ. നീ വിശ്വസിക്ക്. നിന്റെ ബലഹീനതകളിൽ ശക്തി പകരുവാൻ കഴിവുള്ള ഒരു ദൈവത്തിന് മുൻപിൽ ഞാൻ ആയിരിക്കുന്നത് നീ വിശ്വസിക്ക്.
ഇന്ന് രാത്രി നീ എഴുന്നേൽക്കുന്നതിന് മുൻപ് അല്ല, നീ ഉണർന്ന് എഴുന്നേൽക്കുന്നതിന് മുൻപ് ദൈവം അമ്മ പറയുന്നു, ഒരു അത്ഭുതത്തിന്റെ വാർത്ത നിന്നെ കേൾപ്പിച്ചു മാനിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. രാത്രിയിലെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ഇവിടെ പൗലോസ് പറയുകയാണ്, 12-ാമത്തെ ആഴ്ചയിൽ പറയുകയാണ്, എഴുതുകയാണ്, സഹോദരൻ എഴുതുകയാണ്, അതെ, കൊരിന്ത്യർ സഹോദരന്മാർക്ക് എഴുതുകയാണ്. നിങ്ങൾക്കറിയാമോ, 14 വർഷങ്ങൾക്ക് മുൻപ് ഒരു സംഭവം ഉണ്ടായി. 3-ാം സ്വർഗത്തോളം ഞാൻ എടുക്കപ്പെട്ടു. ആ ഒരു ആത്മീയ സമ്പന്നത എന്റെ ജീവിതത്തിൽ ഉണ്ടായി. എന്നാൽ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ വിഷമതയുടെ നടുവിൽ അതിന് കാരണം, ആ ബലഹീനതയുടെ കാരണം എനിക്കറിയാം, എന്റെ ബലഹീനത എനിക്കറിയാം, അതിന് കാരണവും എനിക്കറിയാം. ഞാൻ ആ വെളിപ്പാടിന്റെ ആധിക്യത്താൽ നിഗളിച്ച് പിശാചിന്റെ കെണിയിലകപ്പെടാതിരിക്കുവാൻ ദൈവം എന്നെ കുത്തുവാൻ പിശാചിന് അനുവാദം കൊടുത്തു. അതാണ് ഞാൻ ഈ ശരീരത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മാറാൻ ഞാൻ ദൈവസന്നിധിയിൽ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. പ്രത്യേകിച്ച് അവിടെ കൊടുത്തിട്ടുണ്ട് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ പൗലോസ് ഈ വിഷയത്തിന് വേണ്ടി മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ എന്നുള്ള ചിന്ത വരരുത്. പൗലോസ് പ്രാർത്ഥിക്കുന്നു എന്ന് അനന്യാസിന് വെളിപ്പാട് കൊടുത്ത അല്ലെങ്കിൽ ഒരു ദൈവത്തിന്റെ മുമ്പേ നമ്മളായിരിക്കുന്നത്. അപ്പൊ പൗലോസ് ആ വിളിച്ചിറക്കിയ കാലം മുതൽ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. പിന്നെ ഇവിടെ ആ തന്റെ സാക്ഷ്യത്തിലൂടെ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് ഈ വിഷയത്തിന് വേണ്ടി ചിലപ്പോൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു കാണും. ഈ തന്റെ ശരീരത്തിലെ ഈ വേദന മാറുവാൻ, ശൂലം മാറുവാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചു കാണുന്നത് എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല, വേണ്ട രീതിയിൽ ജയമെടുക്കാൻ കഴിയുന്നില്ല. തന്റെ ബലഹീനതകളിൽ തനിക്ക് മുൻപോട്ട് പോകാൻ കഴിയാത്ത അവസരത്തിൽ താൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചു എന്നാണ് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്നുള്ള പദം കൊണ്ട് അവിടെ അർത്ഥമാക്കുവാൻ കഴിയുന്നത്. അതിനുള്ള മറുപടിയാണ് ഈ ലോകത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും നല്ല മറുപടി. ഏറ്റവും നല്ല മറുപടി, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഏറ്റവും നല്ല വിടുതലിന്റെ മറുപടിയാണ് പൗലോസിന് ലഭിച്ചത്. 3 വട്ടം ഉപവസിച്ച് തന്റെ ശരീരത്തിലുള്ള ബലഹീനത മാറുവാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എന്താ തമ്പുരാന്റെ ദൂത്? തമ്പുരാന്റെ മറുപടി എന്താ? എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഇതിൽ ശ്രദ്ധിച്ചാട്ട്, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ആ ശക്തി തന്റെ മേൽ, തന്റെ ബലഹീനമായ ആ അനുഭവങ്ങളുടെ മേൽ ശക്തി തികഞ്ഞ് നിറവായി വരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ എന്താ പിന്നീട് പൗലോസ് പറഞ്ഞെന്ന് അറിയാമോ? അതുകൊണ്ട് എന്റെ ബലഹീനതകൾ ഞാൻ പ്രശംസിക്കും. ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടത് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകൾ ഞാൻ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. കാര്യമെന്താ? ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി. അതുകൊണ്ടാണ് പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ പറഞ്ഞത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാണ്. രാത്രി ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ പോകുക. എന്നെ കേൾക്കുന്ന എന്റെ സ്നേഹിതരെ, ബലഹീനത പറഞ്ഞുകൊണ്ട് നീ മാറിയിരിക്കരുത്. ശത്രുവിന്റെ ബലഹീനത നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നീ അപമാനിക്കപ്പെടുമ്പോൾ, നീ അവന്റെ വാക്കുകൾ കേട്ട് അവന്റെ കെണിയിലകപ്പെട്ട് നീ മാറിയിരിക്കരുത്. ഇന്ന് രാത്രി ബലഹീനതകളുമായി ആ തിരിച്ചറിയുമായി ദൈവത്തിന്റെ ആലയത്തിലേക്ക് വാ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വാ. ഹന്ന ചെയ്തതുപോലെ ഒറ്റയ്ക്ക് മുഴങ്ങാൻ മടക്ക്. അവൻ നിന്നോട് ചോദിക്കും, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ആഗ്രഹിക്കുന്നു? ഞാനിത് ചെയ്തു തരുവാൻ കഴിവുള്ളവനാണെന്ന് നീ വിശ്വസിക്കുന്നു? ഇന്ന് രാത്രി ചോദ്യത്തിന് മറുപടി നീ പറ. ഇന്ന് രാത്രി നിനക്ക് പറയാൻ കഴിയും, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി ഏത് ബലഹീനതയാണെങ്കിലും നീ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ അത് നിനക്ക് ബോധ്യമുണ്ടാകണം. ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ഞാൻ കൂടി വരുന്നിടത്ത് എന്റെ ദൈവമുണ്ടെന്നും അവിടെ വെച്ച് ഞാൻ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടെന്നും ഇത് വിശ്വസിച്ചുകൊണ്ട് കടന്നുക. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്ത് നിന്റെ ബലഹീനതയിൽ ശക്തി പകർന്ന് നിന്നെ ആൾമാറിവനെ പോലെയാക്കുവാൻ ദൈവത്തിന് കഴിയും. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, മോശയെ, നിനക്ക് തടിച്ച നാവാണ് നിന്റെ ബലഹീനതയെങ്കിൽ, ആ വിധത്തിൽ ഒരു വിടുതലെടുക്കുവാൻ നിനക്ക് കഴിയത്തില്ലെങ്കിൽ, വേറൊരു തരത്തിൽ നിന്റെ മേൽ ശക്തി പകർന്ന് ചെങ്കടലെ ഭജിക്കുവാൻ നിന്റെ വാക്ക് അതരം തുറക്കാതെ ആ പകരം വെച്ച ശക്തി കൊണ്ട് ചെങ്കടലെ ഭോജിച്ചെടുക്കുവാനും, വാക്കുകൊണ്ട് നിനക്ക് പാറയെ പിളർക്കാൻ കഴിയത്തില്ലെങ്കിൽ പകരം ശക്തി തന്നുകൊണ്ട്, പകരം സംവിധാനം ഒരുക്കി പാറയിൽ ഉറവ തുറന്നു കൊടുത്തു തരുവാനും എന്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് രാത്രി എന്റെ കേൾവിക്കാരെ, തകർന്നു പോയ നിന്റെ ഭവനത്തിനകത്ത് പകരം സംവിധാനം ഒരുക്കി ഒരു അത്ഭുതം ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. ഉടഞ്ഞുപോയ നിന്റെ ജീവിതത്തിനകത്ത് പകരം സംവിധാനം ഒരുക്കി ഒരു അത്ഭുതം ചെയ്യാൻ ദൈവത്തിന് കഴിയും. വിശ്വസിക്ക്. ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിക്കായി, ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിക്കായി ഇന്ന് രാത്രി ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് കടന്നു വാ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്
ഇന്ന് രാത്രി ഞാൻ എന്റെ കർത്താവിന്റെ പാദപീഠത്തിൽ വരികയാണ്. മറ്റാരോടും എന്റെ ബലഹീനത പറയുവാൻ എനിക്ക് കഴിയത്തില്ല. എന്റെ ബലഹീനതകൾ പറഞ്ഞാൽ അവരത് പരിഹസിക്കുന്നു, അവരെന്നെ നിന്ദിക്കും. ഇതാരുടെ കുഴപ്പമാ? ഇവരുടേതോ? പണ്ട് ചോദിച്ചതുപോലെ, ശിഷ്യന്മാർ ചോദിച്ചതുപോലെ, ഇവനിങ്ങനെ ആയിത്തീരുവാൻ ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തോ? എല്ലാവരും കുറ്റം കണ്ടുപിടിക്കുന്നവരാ. ബലഹീനതകൾ സഹതപിക്കുന്നവരുണ്ടാകാം, പക്ഷേ ബലഹീനതകൾ ശക്തി പകരുവാൻ അവർക്കാർക്കും കഴിയില്ല. ബലഹീനതകൾ പരിഹസിക്കുന്നവരുണ്ടാകാം, ഒരു വിടുതൽ തരുവാൻ അവർക്കാർക്കും കഴിയില്ല. എന്നാൽ ഇന്ന് രാത്രി എന്നെ സ്നേഹിക്കുന്ന എന്റെ സ്നേഹിതനോട് ഞാൻ ആത്മാവിൽ പറയട്ടെ, ഒരുവന് കഴിയും, വിശ്വസിക്ക്. അവൻ നിന്നെ കുറ്റം പറയുന്നവനല്ല, അവൻ നിന്നെ തള്ളി പറയുന്നവനല്ല, അവൻ നിന്നെ പരിഹസിക്കുന്നവനല്ല, അവൻ നിന്നെ അപമാനിക്കുന്നവനല്ല. ഇന്ന് രാത്രി നിന്റെ ബലഹീനതകളിൽ നിനക്ക് ശക്തി പകർന്ന് നിന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമായി എന്റെ ദൈവം ഞാൻ പ്രസംഗിക്കുന്ന എന്റെ യേശു. എന്റെ ജീവിതാനുഭവത്തിൽ ഞാൻ പറയട്ടെ, എവിടെയൊക്കെ ബലഹീനത വന്നിട്ടുണ്ടോ അവിടെയൊക്കെ ശത്രു ചിരിക്കുന്നതിന് മുൻപ് അവന്റെ പാദപീഠത്തിൽ മുഴങ്കാൽ മടക്കിയ അനുഭവങ്ങളിലൊക്കെ ആ ബലഹീനതയിൽ ശക്തി പകർന്ന് എന്നെ ശക്തനാക്കിയ ഒരു ദൈവത്തെ ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത്. ഇന്ന് രാത്രി അതുകൊണ്ട് തന്നെ ഉറപ്പോടെ നിശ്ചയത്തോടെ ഇന്ന് രാത്രി പറയട്ടെ, എന്റെ കർത്താവ് അവൻ ശക്തിയുള്ളവനാണ്. അവൻ സമ്പ്രദായങ്ങളെ മാറ്റുവാൻ കഴിവുള്ളവനാണ്, തീരുമാനങ്ങളെ മാറ്റുവാൻ കഴിവുള്ളവനാണ്, രേഖകളെ മാറ്റുവാൻ കഴിവുള്ളവനാണ്. പെട്ടെന്ന് ദൈവാത്മാവ് ദൂതോടെ വിളിച്ചു പറയുന്നു, മൊർദെഖായിയെ, നിനക്കെതിരെ ഹാമാൻ 50 അടി മുഴമുള്ള കഴുകുമരമൊരുക്കിയ അതേ രാത്രിയിലാണ് ആ തീരുമാനത്തെ മാറ്റിക്കൊണ്ട്, കഴുകുമരം മാറ്റിക്കൊണ്ട് രാജകീയ രഥത്തെ വെളിപ്പെടുത്തിയതെങ്കിൽ ഇന്ന് രാത്രി എന്റെ ദൈവം ശക്തിയുള്ള ദൈവമാണ്, ശക്തിയുള്ള ദൈവമാണ്. തിരിച്ചറിയ ദൈവത്തിന്റെ ഇതിലെ വെറുതെ ഒരു പാട്ടുപാടി, ആരോ എഴുതിയ പാട്ടുപാടി അവസാനിപ്പിച്ച് നമ്മുടെ ആരാധന അവസാനിപ്പിക്കാതെ, ചടങ്ങ് പോലെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ആരാധനകൾ അവസാനിപ്പിക്കാതെ, വിശ്വസിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കടന്നു വാ. നിന്റെ ബലഹീനതകൾ അവന്റെ മുമ്പിൽ പറ. നീ അത് ചെയ്തു തരുവാൻ മതിയായവരെന്ന് നീ അവന്റെ മുമ്പിൽ പറ. ആ വിശ്വസിച്ച വാക്കുകളുടെ മുൻപിൽ, നീ വിശ്വസിച്ച് പറഞ്ഞ വാക്കുകളുടെ മുൻപിൽ ആ ശക്തി പകർന്നുകൊണ്ട് ബലഹീനതകളെ മാറ്റുന്ന ദൈവത്തെയാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. ഇന്ന് രാത്രി എത്ര പേർ നമ്മുടെ ഹൃദയങ്ങളെ ദൈവം മുൻപാകെ പകരും? ഒരു നിമിഷം ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് കണ്ണുകളെ അടയ്ക്കാമോ? ഒരു വലിയ പ്രസംഗമല്ല ഞാൻ പ്രസംഗിച്ചത്. എന്റെ ഹൃദയത്തിനകത്ത് ദൈവം തന്ന ഒരു ആലോചന ഇന്ന് രാത്രി അറിയിച്ചത്, ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി ഇന്ന് രാത്രി നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് പകർന്നാട്ടെ. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. സമയമൊന്നും ആയിട്ടില്ല. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ, എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഒരു ആരാധനയുടെ ഒരു അന്തരീക്ഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദൈവവീതിലെ വിഷയങ്ങൾ ജീവിതത്തിൽ വരാത്ത ഒരു വ്യക്തിയുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഉദാഹരണം പറഞ്ഞല്ലോ, പത്രോസിനെ വെള്ളത്തിന് പിന്നെ നടന്ന വ്യക്തിയല്ലേ? സ്വർഗത്തിലെ വാഗ്ദത്തം മനുഷ്യൻ പറഞ്ഞതല്ല എന്ന് യേശുവിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച വ്യക്തിയല്ലേ? വിശ്വസിച്ച വാക്കുകൊണ്ട് പകൽ മത്സ്യത്തെ പടകിൽ നിറച്ച വ്യക്തിയല്ലേ? പക്ഷെ അവന്റെ ജീവിതത്തിലെ ബലഹീനത നിങ്ങൾ കണ്ടോ? തള്ളിപ്പറയുന്ന ഒരു ബലഹീനത കണ്ടോ? അപ്പോൾ എത്ര വലിയ പ്രസംഗകനാണെങ്കിലും ബലഹീനതയുണ്ട് കുഞ്ഞെ. കൃപാവരം ജനിപ്പിക്കുന്ന ഒരു ബലഹീനതയുണ്ട്. പക്ഷെ പരിഹാരമുണ്ട് നമുക്ക്. നമ്മൾ ബലഹീനതയിൽ അവസാനിക്കേണ്ടവരല്ല, ശത്രുവിന്റെ പരിഹാസത്തിൽ അവസാനിക്കേണ്ടവരല്ല, അപവാദങ്ങളിൽ അവസാനിക്കേണ്ടവരല്ല. നമ്മുടെ ബലഹീനതകളെ മാറ്റുവാൻ, അതിനുമേൽ ശക്തി പകർന്ന് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകല സാധ്യമെന്ന് വിളിച്ചു പറയുന്ന സാക്ഷ്യം പറയിപ്പിക്കുവാൻ നമുക്കൊരു ദൈവമില്ലേ? ഇന്ന് രാത്രി കുഞ്ഞെ നിരാശപ്പെടല്ലേ, തളർന്നിരിക്കല്ലേ, ഉടഞ്ഞു പോകല്ലേ. ഇന്ന് രാത്രി അവന്റെ ശക്തി ഇതിന്റെ ബലഹീനതകളിൽ പണിയായി മാറും, വിടുതലായി മാറും, നിറവായി മാറും. ഇന്ന് രാത്രി ഒന്ന് സമർപ്പിച്ചാട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എനിക്ക് നിയോഗമുണ്ട്. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മളെല്ലാം ഈ ദേശത്ത് മാനിക്കപ്പെടേണ്ടവരാ, നമ്മളെല്ലാം ഉയർത്തപ്പെടേണ്ടവരാ. ആരെങ്കിലും അപമാനിച്ചാൽ അവസാനിക്കേണ്ടവരല്ല, എന്തെങ്കിലും ലഭിക്കാതിരുന്നാൽ തീരേണ്ടവരല്ല. നിങ്ങൾ നോർത്തെ പെട്ടെന്ന് ദൂത് വീണ്ടും ദൈവാത്മാ പറയുന്നു. ചില വ്യക്തി ജീവിതങ്ങളെ നോക്കിക്കൊണ്ട് ദൈവാത്മാവ് പറയുന്നു, ഇസബേല് ഒരു വെല്ലുവിളിയാണ് ഏലിയാവിന് മുമ്പിൽ ഉയർത്തിയത്. അവൾ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഇരുന്നു കൊണ്ടാണ് കഠിനമായ പ്രതിജ്ഞ വെളിപ്പെടുത്തിയത്. എടുത്തു കൊടുത്തു വിട്ടത്, തീർക്കും ഏലിയാവെ നിന്നെ. പക്ഷെ എന്താ സംഭവിച്ചത് ദൈവത്തിന്റെ പൈതലേ? അവൾ ആ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ നിന്ന് താഴോട്ട് വീഴുമ്പോൾ
ദൈവത്തിന്റെ ദാസൻ അഗ്നിമയ രഥങ്ങളിൽ മേളിലോട്ട് ഉയർത്തപ്പെടുകയാ. ഇന്ന് രാത്രി നീ താഴ്ത്തപ്പെടാനുള്ളവനല്ല, നീ ഉയർത്തപ്പെടാനുള്ളവനാ. പിശാചിന്റെ പദ്ധതികളിൽ ചൂരച്ചെടിയുടെ കീഴിൽ മരിച്ചു കിടക്കാനുള്ളവനല്ല നീ. നിന്റെ കുടുംബം തകർന്നു കിടക്കാനുള്ളതല്ല, ഈ ദേശത്ത് ഉയർത്തപ്പെടാനുള്ളതാ. കഴിഞ്ഞ കാലങ്ങളിൽ ശത്രു നിന്നോട് കള്ളം പറഞ്ഞ് നീ ആ കള്ളം വിശ്വസിച്ച് നിന്റെ ശുശ്രൂഷയെ മാറ്റിവെച്ച് നീ ഒതുങ്ങിയെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാ പറയുന്നു, ഉണർന്നെഴുന്നേൽക്ക, ദൂതൻ വെളിപ്പെട്ടിരിക്കുന്നു. നിനക്കൊരു ശുശ്രൂഷയുണ്ട് കുഞ്ഞെ. ദൈവം ഏൽപ്പിച്ച ഒരു യേഹൂവിനെ അഭിഷേകം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു എലീശയ്ക്ക് നിന്നേക്കാൾ ശക്തിയുള്ള അഭിഷേകം പകർന്നു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ചില ദൈവങ്ങളെ നോക്കിക്കൊണ്ട് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു, ചില കുടുംബങ്ങളെ നോക്കിക്കൊണ്ട് മാറിയിരിക്കല്ലേ, നീ പുറത്തു വരേണ്ട ദിവസങ്ങളാണ്. ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാനുണ്ട്. ഈ ദേശത്തെ ദൈവ സഭകൾക്ക് ബലം പകരുവാൻ, നിന്നെ ഒരു മുന്നണി പോരാളിയാക്കി മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഏതെങ്കിലും ദൈവദാസന്മാരെ മുൻപിൽ നിർത്തി പുറകിൽ നിൽക്കാൻ അല്ല ദൈവം തന്നെ വിളിച്ചത്. ആലടി അവർക്ക് ബലമായി ആലടി ഒരു ഗിദെയോൻ പൂരയെ പോലെ, ഗിദെയോനേക്കാൾ ബലമുള്ള പൂരയെ പോലെ ശത്രുവിന്റെ കളിക്കളത്തിലേക്ക്, പോർക്കളത്തിലേക്ക് ചെന്ന് അവന്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന പൂരയെ പോലെ ആയിത്തീരുവാൻ ചില ജീവനങ്ങളെ ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇന്ന് രാത്രി പുറത്തു വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുകയാണ്. ഇന്ന് രാത്രി പ്രാർത്ഥനയെ നിങ്ങൾ അവഗണിക്കരുത്, പ്രയർ ലൈനുകളെ നിങ്ങൾ അവഗണിക്കരുത്. ആരെ എന്ത് പറഞ്ഞോട്ടെ, പ്രയർ ലൈനുകൾ ഒരു അനുഗ്രഹമാണ്. ഇത് വിടുതലിന്റെ മുന്നോടിയാണ്, ഇത് ഉണർവിന്റെ ഒരു മുൻ സാക്ഷ്യമാണിത്. ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. ഹാലലി എത്ര പേർ കയറി എന്നുള്ളത് വിഷയമല്ല. ദൈവം ഇതിലെ കയറുന്നവർ ഒരുമിച്ച് വിശ്വസിക്ക്. ഹാലലി ദൈവം നിന്നെ ഉപയോഗിച്ച്, ഏത് സംവിധാനം ഉപയോഗിച്ച് ദൈവത്തിന്റെ പ്രവൃത്തി നിന്നിലൂടെ വെളിപ്പെടുത്തുവാൻ മതിയായ ദൈവമാണ്. സമ്പ്രദായങ്ങളെ മാറ്റുന്ന ദൈവമാണ് എന്റെ ദൈവം. നിയമങ്ങളെ മാറ്റുന്ന ദൈവമാണ്. ഇങ്ങനെ നടക്കൂ എന്നുള്ള എഴുതി വെച്ച രേഖകളെ തിരുത്തിയ ദൈവമാണ് എന്റെ ദൈവം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി താഴെ പോയ നിന്നെ ഉയർത്തിൽ കൊണ്ടുവന്ന് മാനിക്കുന്ന ഒരു ദൈവത്തെയാ ഇന്ന് രാത്രി ഞാൻ വെളിപ്പെടുത്തുന്നത്. കണ്ണുകളെ അടച്ചാട്ടെ, കണ്ണുകളെ അടച്ചാട്ടെ. എത്ര പേർക്ക് ഇന്ന് രാത്രി നമ്മുടെ ഹൃദയങ്ങളെ ദൈവം മുൻപാകെ പകരുവാൻ കഴിയും? എത്ര പേർക്ക് പറയാൻ കഴിയും? എത്ര പേർക്ക് പറയാൻ കഴിയും? ദൈവകരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ടെ. എന്നുള്ളം നിന്നിലാ ആഴമാം വിശ്വാസത്താ, എന്നുള്ളം നിന്നിലാ ആഴമാം വിശ്വാസത്താ, ചേരും നേരം ആനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല. ചേരും നേരം ആനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല. എന്നുള്ളം നിന്നില ഈറനില്ല, വാനിൽ കാണും കൈപ്പത്തി പോൽ മേഘവും. ഈറനില്ല, വാനിൽ കാണും കൈപ്പത്തി പോൽ മേഘവും. എന്റെ ദൈവത്തിൻ വാക്കുകളാൽ വന്മാരി ചൊരിഞ്ഞിടും. എൻ ദൈവത്തിൻ വാക്കുകളാൽ വന്മാരി ചൊരിഞ്ഞിടും. എന്നുള്ളം നിന്നിലായി ആഴമാം വിശ്വാസത്താ. എത്ര പേർക്ക് പാടുവാൻ കഴിയും? എന്നുള്ളം നിന്നിലായി ആഴമാം വിശ്വാസത്താ, ചേരും നേരം ആനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല. ചേരും നേരം ആനന്ദം
ആനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല ഇല്ല. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഇന്ന് രാത്രി കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രയർ ലൈനിലൂടെ ഒരുമിച്ച് ചേർന്നിരിപ്പാൻ കർത്താവ് അടിയനെയും സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. പല ഭവനങ്ങളിൽ കർത്താവെ, പലയിടങ്ങളിൽ വിശ്വാസത്തോടെ കർത്താവിന്റെ പാദപീഠത്തിൽ പ്രയർ ലൈനിനോടുള്ള ബന്ധത്തിൽ കർത്താവെ ഒരുമിച്ച് കൂടുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതകളെ നന്നായി അറിയാവുന്ന കർത്താവ് ഞങ്ങളോട് ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഇത് ചെയ്തു തരുവാൻ എനിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് രാത്രി ആ ചോദ്യം ഞങ്ങൾ കേൾക്കുന്ന കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ്, ഞങ്ങൾക്ക് ഇന്ന ബലഹീനതയുണ്ട്, നീ അത് പരിഹരിച്ചു തരുവാൻ കഴിവുള്ള ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി അങ്ങയുടെ മുൻപിൽ ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിക്കുന്ന കർത്താവെ, അങ്ങ് ഞങ്ങളെ ഉപയോഗിക്കുവാൻ, ഹല്ലേലൂയ, അങ്ങ് ഞങ്ങളെ ശക്തമായി വെളിപ്പെടുത്തുവാൻ തയ്യാറായി നിൽക്കുന്നതിനായി ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്നു. ഈ പ്രയറിനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അത്ഭുതങ്ങൾ കർത്താവ് ഈ ദേശത്തിന്റെ വീണ്ടെടുപ്പ് കർത്താവെ ഹാലത്തിന്റെ മക്കളിലൂടെ വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ആ പ്രയറിന്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന ആൽബഹുവിന്റെ സാഹചര്യ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ദുഷ്ടനും നിന്റെ മുമ്പിൽ നിവർന്നു നിൽക്കത്തില്ലെന്നോ ഒരു ബാധയും അടുക്കത്തില്ലെന്നുള്ള ദൈവത്തിന്റെ ദൂത് ഞാൻ വെച്ചവന്റെ മേൽ കെട്ടുകയാ. അതരമാൻ അടച്ചുതൽ സത്യരിവിയ ദൈവത്തെ സേവിക്കുന്നവന്റെ തലമുറയിൽ അവന്റെ കുടുംബവും ദൈവനാമത്താൽ അവൻ അനുഗ്രഹിക്കപ്പെടണം. കർത്താവെ, വെളിപ്പെട്ട് വരുന്ന ദൈവ നന്മകളാൽ അവരെ നിറച്ചാട്ട് അങ്ങയുടെ കരങ്ങളിൽ അവരെ സമർപ്പിക്കുന്ന കർത്താവെ, ലീഡ് ചെയ്യുന്ന ബഹുമാന്യ ദൈവദാസനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ജീവിതങ്ങളെല്ലാം അനുഗ്രഹിക്കുന്ന കർത്താവ്, ദിവസങ്ങളിൽ ഞങ്ങളെ ഉപയോഗിച്ചാട്ട് ദൈവാത്മാവിന്റെ ശക്തിയോടുകൂടി ഞങ്ങളെ കർത്താവ് നിർത്തിയാട്ട് എല്ലാ സഭകളെയും അനുഗ്രഹിക്കണമേ, എല്ലാ ദൈവദാസന്മാരെയും അനുഗ്രഹിക്കണമേ, എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. കർത്താവ്, ഈ ദേശത്ത് കത്തി നിൽക്കുന്ന വിളക്കുകളായി മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുന്നവരായി തീരുവാൻ കർത്താവ് ഞങ്ങളെ ഉപയോഗിക്കണമേ. കർത്താവെ, തിരുമേനിയുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു. ലേഡിയുടെ ബഹുമാന്യ ദൈവദാസനെ കുടുംബമായി അനുഗ്രഹിക്കുന്ന കർത്താവെ, അത്ഭുതങ്ങളിലൂടെ ദിവസങ്ങൾ വഴി നടത്തിയാട്ട് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്നു. ഈ ശുശ്രൂഷയിലൂടെ വെളിപ്പെടുന്ന മുഴുവൻ മഹത്വവും 100% ദൈവത്തിന് മാത്രം അർപ്പിക്കുന്ന കർത്താവെ, അങ്ങയുടെ നാമം മാത്രം ഉയർത്തപ്പെടണം, ഞങ്ങളോ താഴ്ത്തപ്പെടുന്ന കർത്താവെ. കൃപ കൊണ്ട് ഞങ്ങൾ നിറച്ചാട്ട മഹത്വം കർത്താവ് എടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.